പഠിക്കാനിരുന്നാൽ നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. പഠിക്കാനിരുന്നാൽ എനിക്ക് ഉറക്കം വരുവാണ്, ഒന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. സോ ഇതൊക്കെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പഠിക്കാനിരിക്കുന്ന സമയത്ത് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഉറക്കം വരുന്ന ഒരാളാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Number 1, optimize your study environment. നമ്മൾ രാത്രി പഠിക്കാനായിട്ടിരിക്കുകയാണ്, ഒരു ഡിമ്മായിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ റൂമിലുള്ളതെന്ന് വിചാരിക്കാം. മാത്രമല്ല നമ്മൾ കൗച്ചിലോ അല്ലെങ്കിൽ ബെഡിലൊക്കെ ഇങ്ങനെ കിടന്നാണ് പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം വരും. അതായത് നമ്മുടെ ചുറ്റുപാടിനും അല്ലെങ്കിൽ നമ്മുടെ എൻവറോൺമെൻറ്റിന് നമ്മുടെ ഫോക്കസിന് അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുള്ള ഒരു സ്ഥലത്തിരിക്കുക, മാത്രമല്ല ഇങ്ങനെ കൗച്ചിലും ബെഡിലൊക്കെ കിടന്ന് പഠിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു എൻവറോൺമെൻ്റ് ആണ്. Number 2, take short breaks. എക്സാമോടെ എത്തിക്കഴിഞ്ഞു, ഒരുപാട് പഠിക്കാനുണ്ട്, വലിയ സിലബസാണ്, ഇതെനിക്ക് തീർത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്രേക്ക് കൊടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം വരും, നമുക്ക് മടുപ്പ് തോന്നും, മടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള നല്ലൊരു മെത്തേഡാണ് പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, ഒരു 25 to 30 മിനിറ്റ്സ് വരെയാണ് നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത്രയും സമയം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, ദെൻ വീണ്ടും അതേ സൈക്കിൾ ഒരു 4 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഈ പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ഈ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ഈ 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് ബ്രേക്കിൻ്റെ സമയം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ചെറിയ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റൊന്ന് നടക്കാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുക. അത് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടെ ആക്റ്റീവാക്കി അടുത്ത സെഷൻ കൂടുതൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Number 3, stay hydrated and eat light. ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയെ വളരെ മോശമായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ടയേർഡായിട്ട് ഫീൽ ചെയ്യാനൊക്കെ അത് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി എപ്പോഴും വെള്ളം കുടിക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഹെവി മീൽസ് ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യുക. അതായത് ഒരുപാട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ലൈറ്റായിട്ട് കഴിക്കുക. മാത്രമല്ല ഈ നട്ട്സ് പോലുള്ള സ്നാക്സ് കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ വല്ലാണ്ട് സ്ലീപ്പി ആയിട്ട് തോന്നുന്ന സമയത്ത് ഒരു കപ്പ് കോഫിയോ അല്ലെങ്കിൽ ടീയോ ഒക്കെ കുടിക്കാവുന്നതാണ്. പക്ഷേ അത് ഓവർ ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അത് പിന്നീട് നിങ്ങളെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. Number 4, engage your brain actively. അതായത് നമ്മളിങ്ങനെ ഒരുപാട് സമയം വായിച്ചുകൊണ്ടിരുന്ന ആർക്കായാലും ബോറടിക്കും അല്ലെങ്കിൽ ടയേർഡായിട്ട് ഫീൽ ചെയ്യും. സോ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ ചുമ്മാ വായിച്ചു പോകുന്നതിന് പകരമായിട്ട് സമ്മറൈസിങ് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാം. അതുപോലെ ഉറക്കെ വായിക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ സ്വയം ടീച്ചറാണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ, ഒരു ഇമാജിനറി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരേ സബ്ജക്റ്റിന് ഒരുപാട് സമയത്തേക്ക് ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര സ്ലീപ്പി ആയിട്ടും ബോറായിട്ടൊക്കെ ഫീൽ ചെയ്യും. സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സബ്ജക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും കൂടി നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ആക്റ്റീവായിട്ട് വെക്കാൻ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Number 5, get enough sleep regularly. നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് ഉറങ്ങുന്നില്ല എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ പഠിക്കാനിരുന്നാൽ എക്സ്ട്രീംലി നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്ന അല്ലെങ്കിൽ ടയേർഡ് ആവുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ പവർ നാപ്പുകൾ എടുക്കാം. അതായത് ഒരു 20 മിനിറ്റ്സ് ഒക്കെ വരുന്ന രീതിയിൽ ഒരു ചെറിയ നാപ്പ് എടുത്ത് പിന്നീട് പഠിക്കാനായിട്ടിരിക്കാം. അതും ഈ പറഞ്ഞ സ്ലീപ്പി ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ടയേർഡായിട്ട് തോന്നുന്ന ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Number 6, change location. ഒരേ സ്ഥലത്തിരുന്ന് നമ്മൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ബോറായിട്ടോ അല്ലെങ്കിൽ സ്ലീപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ഏതെങ്കിലും കംഫർട്ടബിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ലൈബ്രറീസ് ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ കഫേയിലൊക്കെ പോയിരുന്ന് പഠിക്കുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ, ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി അവിടെ ഇരുന്ന് പഠിക്കുക. സോ അതും നമ്മളെ ഈ പറഞ്ഞ ടയേർഡായിട്ട് അല്ലെങ്കിൽ സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Number 7, stay physically active. നിങ്ങൾ എല്ലാ ദിവസവും ഒരുപാട് സമയം എക്സസൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പകരം വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ടിരിക്കും. നമ്മുടെ ബോഡി ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സ്ലീപ്പി ആയിട്ടും ടയേർഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. Number 8,
നോ വെൻ ടു സ്റ്റോപ്പ്. ചില സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, വല്ലാതെ എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് യു ഷുഡ് ലിസൺ ടു യുവർ ബോഡി. അതായത് നമ്മുടെ ബോഡി വളരെ വീക്കാണെങ്കിൽ അപ്പം നമ്മുടെ ബോഡീനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്നതിലും നല്ലത് ഇറ്റ്സ് ബെറ്റർ ടു സ്ലീപ്പ്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് കിടന്നുറങ്ങുക, എന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാനായിട്ടിരിക്കുക. അല്ലാതെ നമ്മൾ വളരെ ടയേർഡായിട്ടുള്ള സിറ്റുവേഷനിലും നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് മാറില്ല. സോ ട്രൈ ടു ലിസൺ ടു യുവർ ബോഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരുമ്പോൾ അല്ലെങ്കിൽ ടയേർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ലീപ്പി ആയിട്ടോ അല്ലെങ്കിൽ ടയേർഡായിട്ടോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.